ചെയ്യുന്നവർക്ക് നൽകുക. തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക. ഛായാഗ്രഹണ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് അംഗീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുക. വിലക്കയറ്റം തടയുക. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നത് തടയുക. ഛായാഗ്രഹണ അക്കാദമി സ്ഥാപിക്കുക. വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക. സുഹൃത്തുക്കളെ, ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിൽ സംരക്ഷണത്തിനായി സവിശേഷമായ ഒരു സമരമുറയുമായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാനത്തെ 14,000-ലേറെ വരുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രതിനിധികളായാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും പൊതുവിൽ അനുഭവപ്പെടുന്ന ജീവിത പ്രശ്നങ്ങളിലും സർക്കാരിന്റെ ശ്രദ്ധയും ഇടപെടലും ആവശ്യപ്പെട്ടാണ് ഇങ്ങനെ ഒരു സമരപ്രതിജ്ഞയ്ക്കായി നിങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ എന്ന നിലയിൽ ഫോട്ടോഗ്രാഫി ജീവിതോപാധിയായിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും തന്നെ. അത്യന്തം സാങ്കേതികവും തികച്ചും ഭാവനാശേഷിയും സ്വന്തമാക്കിയിട്ടുള്ളവർക്കും മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫിയുടേത്. കഴിഞ്ഞ 4-5 ദശകങ്ങൾക്കിടയിൽ മറ്റു പല മേഖലകളിലും എന്ന പോലെ ഫോട്ടോഗ്രാഫിയിലും അത്യത്ഭുതകരമായ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം കറുപ്പിലും വെളുപ്പിലും മാത്രം എത്തിയിരുന്ന ചിത്രങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വർണ്ണ ചിത്രങ്ങൾക്ക് വഴിമാറി. പിന്നീട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വ്യാപകമായതോടുകൂടി ഫോട്ടോഗ്രാഫി വലിയ പരിവർത്തനത്തിന് വിധേയമായി. പ്രത്യേക രൂപം കൊടുത്തിട്ടുള്ള ക്യാമറ കൊണ്ട് മാത്രം എടുക്കാൻ കഴിയുമായിരുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോണിൽ അടക്കം ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയായി. ചിത്രങ്ങൾ മാറ്റിയിരിക്കുന്നതിലും കൂടുതൽ ആകർഷകമായി അവതരിപ്പിക്കുന്നതിലും ചിത്രങ്ങളുടെ പശ്ചാത്തല സംവിധാനങ്ങൾ വിസ്മയകരമാക്കി അവതരിപ്പിക്കുന്നതിലുമൊക്കെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അത്ഭുതങ്ങൾ കാട്ടിത്തുടങ്ങി. മൊബൈൽ ഫോണുകളടക്കം ക്യാമറകളുടെ പ്രവർത്തനം സാധ്യമായതോടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ സഹായമില്ലാതെ തന്നെ ഏത് നിമിഷവും ഫോട്ടോകൾ ആർക്കും എടുക്കാൻ കഴിയുന്ന അവസ്ഥ സംജാതമായി. ഇത് ഫലത്തിൽ ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും വല്ലാതെ ബാധിക്കുന്ന സ്ഥിതി